2019 റിലീസ് ചെയ്ത ഒരു ഇറ്റാലിയൻ ഫെയറി ടെയിൽ മൂവിയാണ് ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി. നമുക്ക് തറയിൽ കൂടി നടക്കാൻ പറ്റുന്നതും ഓടാൻ പറ്റുന്നതും എല്ലാം ഈ ഗ്രാവിറ്റി കൊണ്ടാണല്ലേ. എന്നാൽ ഗ്രാവിറ്റി ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അങ്ങനെ ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് ഇവിടെ നമ്മുടെ നായകന്. ജനിച്ച ആ നിമിഷം മുതൽ ആൾക്ക് ഗ്രാവിറ്റിയേ ഇല്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ പറ്റി പുറം ലോകം പറഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ മനുഷ്യരെ പോലെ അവൻ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ പ്രസവ വേദന കാരണം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ഒരു അമ്മയും മകളെയുമാണ് കാണിക്കുന്നത്. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. അത് കാരണം പ്രസവം നോക്കിയത് അവിടുത്തെ നഴ്സായിരുന്നു. അങ്ങനെ കുറെ നേരത്തെ പ്രസവ വേദനയ്ക്കൊടുവിൽ അവൾ ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി. എന്നാൽ കുഞ്ഞ് ജനിച്ചതും ദേ പറന്നു പോകുന്ന മുകളിലോട്ട്. ഇതെന്താ സംഭവം? കാര്യം മനസ്സിലാകാതെ അന്തം വിട്ട് നിൽക്കുകയാണ് എല്ലാവരും. പൊക്കൽ കൂടി ഉണ്ടായത് കാരണം നതാലി ആ കുഞ്ഞിനെ അവളിലേക്ക് വലിച്ചടുപ്പിച്ചു. അമ്മ, എന്റെ മകനൊരു മാലാഖയാണോ? എന്നാൽ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം കണ്ടാകെ ടെൻഷൻ ആവാൻ തുടങ്ങി. ഇത് പുറത്തറിഞ്ഞാൽ കുഞ്ഞിന് തന്നെ ആയിരിക്കും ആപത്ത്. അത് കാരണം ആ നിമിഷം തന്നെ അവർ ഡിസ്ചാർജ് വാങ്ങി കുഞ്ഞിനെ കൊണ്ട് നേരെ വീട്ടിലേക്ക് വിട്ടു. ഇപ്പോഴേ പോകാൻ പറ്റില്ല എന്ന് നേഴ്സ് പറഞ്ഞിട്ടും അവർ അതൊന്നും കേട്ടില്ല. ഡീറ്റെയിൽസ് പോലും കൊടുക്കാതെ അവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. നതാലിയ, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, ഈ കുഞ്ഞിന്റെ അച്ഛനാരാ? അവനൊരു സാധാരണ മനുഷ്യനാണോ? സത്യമായിട്ടും എനിക്കറിയില്ല അമ്മ. അവൾ അങ്ങനെ പറഞ്ഞതും പിന്നീട് അവരൊന്നും ചോദിക്കാനും പോയില്ല. കുഞ്ഞിനെ അവർ ഓസ്കാർ എന്നാണ് പേരിട്ടത്. നതാലിയയാണെങ്കിൽ കുഞ്ഞിനെ മാറോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എങ്ങാനും കൈവിട്ട് പോയാൽ പറന്നു പോകില്ലേ? എന്നാൽ പിറ്റേന്ന് ഉറക്കം എഴുന്നേറ്റ് മുത്തശ്ശി നോക്കുമ്പോൾ നതാലിയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ കാണുന്നില്ല. ഞെട്ടി എഴുന്നേറ്റ് മുകളിലേക്ക് നോക്കിയപ്പോഴോ കുഞ്ഞിതേ സീലിംഗിൽ തട്ടി നിന്ന് സുഖം ഉറക്കം. അത് കണ്ടതും അവർ പെട്ടെന്ന് തന്നെ ടേബിളിലൊക്കെ വലിഞ്ഞു കയറി എങ്ങനെയൊക്കെ കുഞ്ഞിനെ എത്തിപ്പിടിച്ചു. ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. ഒരു പക്ഷേ സീലിംഗിൽ വല്ലതും ചെന്ന് കുഞ്ഞിന്റെ തലയിടിച്ചാലോ? അത് ഒഴിവാക്കാൻ വേണ്ടി ബ്ലാങ്കറ്റ്സും ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ട് അവർ സീലിംഗ് ഫുള്ള് കവർ ചെയ്തു. കുഞ്ഞിനെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്. ഇതിനെപ്പറ്റി പുറം ലോകം അറിഞ്ഞാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടി ഓസ്കാറിനെ പുറത്തേക്ക് ഇറക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്തി. തന്റെ കുഞ്ഞിന്റെ ഈ കഴിവ് പുറം ലോകം അറിഞ്ഞാൽ അവന്റെ ജീവൻ എന്തെങ്കിലും ആപത്ത് വന്നാലോ? അത് പേടിച്ച് വീടിന് പുറത്തേക്ക് ഇറക്കാതെ അവർ ഓസ്കാറിനെ വളർത്താൻ തുടങ്ങി. അങ്ങനെ ഇപ്പോൾ 10 വർഷങ്ങൾ കടന്നു പോയിരിക്കുകയാണ്. ഓസ്കാറിനും 10 വയസ്സായി. ഈ വർഷങ്ങളിൽ ഒരിക്കൽ പോലും അവൻ വീടിന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അല്ല, ഇറക്കിയിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. ഇപ്പൊ ഓസ്കാറിന് വേണ്ടി അവന്റെ അമ്മ ഒരു ജാക്കറ്റ് തയ്ക്കുകയാണ്. ശേഷം അതിന്റെ പോക്കറ്റിലേക്ക് 2 വെയിറ്റും കൂടി ഇടുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ വെയിറ്റ് ഉണ്ടെങ്കിൽ അവൻ പറന്നു പോകില്ലല്ലോ. വിചാരിച്ചതുപോലെ തന്നെ ആ വെയിറ്റ് ഇട്ടതും അവൻ പറഞ്ഞില്ല. അമ്മ, ഇത് കണ്ടോ? ഇനി എന്റെ മോന് സ്കൂളിൽ പോകാൻ പറ്റും. അത് നടക്കില്ല. ഇതിനെപ്പറ്റി നമ്മൾ നേരത്തെ സംസാരിച്ചതല്ലേ. ഇവൻ ഇവിടെ തന്നെ നിൽക്കും. അമ്മൂമ്മയാണെങ്കിൽ അമ്പിനും വിലിനും എടുക്കുന്നില്ല. വീട്ടിൽ വെച്ച് തന്നെ അവൻ ഓരോന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നവന്റെ അമ്മൂമ്മയാണ്. ടിവിയിൽ എപ്പോഴും അവൻ കാണുന്നത് ബാറ്റ്മാന്റെ ഒരു കാർട്ടൂൺ ആയിരുന്നു. അത് കാരണം അതുപോലെ ഒരു സൂപ്പർ ഹീറോ ആവണമെന്നും ആൾക്കാരെയെല്ലാം രക്ഷിക്കണമെന്നുമാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഒരിക്കലും ജനല വഴി പുറത്തേക്ക് നോക്കിയതും റോഡിൽ കൂടി ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവൻ കാണുന്നു. അതൊക്കെ കണ്ടതും തനിക്കും ഇതുപോലെ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ അവന് വല്ലാത്ത ആഗ്രഹം തോന്നി. പക്ഷേ അതൊരിക്കലും തന്റെ അമ്മയും അമ്മമ്മയും സമ്മതിക്കാൻ പോകുന്നില്ല. അത് കാരണം ആരും വീട്ടിലില്ലാത്ത സമയം നോക്കി അവൻ ജനൽ വഴി പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നു. എന്തോ ഭാഗ്യത്തിനാണ് അവന്റെ അമ്മയും അമ്മൂമ്മയും കൂടെ ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുന്നതും. ഇല്ലെങ്കിൽ ചെക്കൻ എപ്പോഴേ ബഹിരാകാശത്തേക്ക് പോയാനെ. അന്ന് അവന്റെ അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും അവന് കണക്കിന് കിട്ടുകയും ചെയ്തു. ഇനി നീ പുറത്തു പോകുന്നത് എനിക്കൊന്ന് കാണണം. അതും പറഞ്ഞ് ആ ജനൽ വരെ അവർ ആണി അടിച്ചു വെച്ചു. അമ്മ എന്തായി കാണിക്കുന്നത്? ഇവനൊരു കൊച്ചുകുട്ടിയല്ലേ. പുറത്തേക്ക് പോകണമെന്നും ആൾക്കാരെ കാണണമെന്നും ഒക്കെ ഇവന് കാണില്ല ആഗ്രഹം. എന്നാൽ നതാലിയെ എന്തൊക്കെ പറഞ്ഞിട്ടും അമ്മമ്മ ഒന്നിനും സമ്മതിക്കുന്നില്ല. അവസാനം അവൾക്ക് നല്ല ദേഷ്യം വരാൻ തുടങ്ങി. ഞാനാണ് അവന്റെ അമ്മ. എന്റെ കൂടെ എന്റെ മകൻ എപ്പോഴും സേഫ് ആയിരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിയില് അമ്മ മോനെ പുറത്തേക്ക് കൊണ്ടുപോകും. പറഞ്ഞതുപോലെ തന്നെ അന്ന് രാത്രിയില് അമ്മയുടെ വാക്ക് കേൾക്കാതെ നതാലി മകനെ കൂട്ടി പുറത്തേക്ക് പോകുന്നു. മോൻ എപ്പോഴും ബാറ്റ്മാന്റെ കാർട്ടൂൺ കാണില്ലേ? അതില് ബാറ്റ്മാൻ താനൊരു സൂപ്പർ ഹീറോ ആണെന്ന് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് മോനും ആരോടും ഒന്നും പറയരുത് കേട്ടോ. അങ്ങനെയാ സൂപ്പർ ഹീറോസ്, മനസ്സിലായോ? അവനത് സമ്മതിച്ചതും പിറ്റേന്ന് മുതൽ നതാലി ഓസ്കാറിനെ കൂട്ടി പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഒരിക്കൽ 2 പേരും കൂടി സാധനം മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ നിൽക്കുകയായിരുന്നു. ഓസ്കാറിനെ പുറത്തു നിർത്തിയ ശേഷം നതാലി മാത്രം ഒരു കടയുടെ ഉള്ളിലേക്ക് കയറി. അവൻ ഇങ്ങനെ തന്റെ അമ്മയും വെയിറ്റ് ചെയ്ത് പുറത്തു നിൽക്കുന്ന സമയത്താണ് ഒരു പെൺകുട്ടി ഓടി വന്ന് അവനെ ഇടിച്ച് തറയിലേക്ക് വീഴുന്നത്. ഈ പെൺകുട്ടിയുടെ പേരാണ് അഗത. നീയല്ലേ എന്നെ ഇടിച്ചിട്ടത്? അതുകൊണ്ട് എന്റെ വീട് വരെ ഇത് മുഴുവൻ നീ ചുമക്കണം. എനിക്ക് വരാൻ പറ്റില്ല. എന്റെ അമ്മ അകത്തുണ്ട്. അതൊന്നും എനിക്കറിയണ്ട. അതും പറഞ്ഞ് വെള്ളത്തിന്റെ 2 വലിയ ബോട്ടിൽ അവന്റെ കൈകളിലേക്ക് വെച്ചു കൊടുക്കുന്നു. എന്നെ ഇടിച്ചിട്ടതിനെ ഇത് നിനക്കുള്ള ശിക്ഷയാ. വേറെ വഴിയില്ലാതെ അവനും അവളുടെ കൂടെ പോകേണ്ടി വന്നു. ഒന്നാമതേ വെള്ളത്തിന്റെ ബോട്ടിൽ നല്ല വെയിറ്റ് ആണ്. കൂടാതെ അവനൊരു ചെറിയ കുട്ടിയല്ലേ. ഇത്രയും വെയിറ്റ് എടുക്കാൻ വയ്യാത്തത് കൊണ്ട് തന്നെ അവന്റെ അമ്മ ജാക്കറ്റിലായിട്ട് 2 വെയിറ്റ് ഇട്ട് കൊടുത്തിരുന്നില്ലേ, അതെടുത്ത് അവൻ പുറത്തേക്ക് കളയുന്നു. പിന്നീട് 2 പേരും കൂടി ഓരോന്ന് സംസാരിച്ചാണ് നടന്നു പോകുന്നത്. അങ്ങനെ
അങ്ങനെ അവസാനം അഗതയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാ എന്റെ വീട്, ഇനി കുപ്പിതാ. എന്നാൽ ചെക്കനാണെങ്കിൽ കൊന്നാലും കുപ്പി കൊടുക്കില്ല. ഒടുക്കം രണ്ടും കൂടി പിടിവലിയായി. അവസാനം കുപ്പി അഗതയുടെ കയ്യിലായതും ചെക്കൻ ദേ പോണ് മുകളിലോട്ട്. ഭാഗ്യത്തിന് മുകളിൽ റൂഫ് ഉണ്ടായതുകൊണ്ട് അതിൽ തട്ടി നിൽക്കുകയാണ് ചെക്കൻ. എന്നാൽ ഈ കാഴ്ച കണ്ടതും കണ്ണും തള്ളി നിൽക്കുകയായിരുന്നു അഗത. നോക്കി നിൽക്കാതെ ഒന്ന് സഹായിക്കുമെന്നേ. അത് കേട്ടതും അവനെ സഹായിക്കാനായിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി അവൾ അകത്തേക്ക് പോകുന്നു. തിരികെ വരുന്ന സമയത്ത് അവളുടെ കയ്യിലായിട്ട് ഒരു പിങ്ക് ബാഗ് ഉണ്ടായിരുന്നു. അവളത് ഓസ്കാറിന്റെ കയ്യിൽ കൊടുത്തതും ആ വെയിറ്റ് കാരണം അവൻ താഴേക്ക് എത്തി. എന്തായാലും അത് സൂപ്പർ ആയിരുന്നു. ഇത് ആരോടും പറയില്ലെന്ന് എനിക്ക് സത്യം ചെയ്തതാ. സത്യമായിട്ട് ഞാനിത് ആരോടും പറയില്ല. അവിടെ വെച്ച് രണ്ടുപേരും നല്ല കൂട്ടുകാരായി മാറി. പിന്നീട് അവൻ തിരികെ വീട്ടിലെത്തിയപ്പോഴേക്കും രാത്രിയായിരുന്നു. നദാലിയാണെങ്കിൽ അവനെ കാണാതെ ടെൻഷൻ അടിച്ചൊരു പരുവായിട്ടുണ്ട്. ആ സമയത്താണ് ചെക്കൻ കയറി വരുന്നത്. നീ ഇത്രയും നേരം എവിടായിരുന്നു? ഞാൻ എന്തുമാത്രം പേടിച്ചു പോയെന്നറിയാവോ? നേരത്തെ ആ വെയിറ്റ് എടുത്തവൻ തറയിൽ കളഞ്ഞില്ലേ? അത് കണ്ടതും ഓസ്കാർ പറന്നു പോയെന്ന് കരുതി ഇരിക്കുകയായിരുന്നു അവർ. അമ്മയുടെ ആ ചോദ്യം കേട്ടതും അവൻ അകത്തെ കണ്ട കാര്യവും അവളുടെ വീട്ടിൽ പോയതും അങ്ങനെ എല്ലാം പറഞ്ഞു കേൾപ്പിക്കുന്നു. നീ അവളോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ലമ്മ, സത്യമായിട്ട് ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. അവനൊരു കള്ളം പറഞ്ഞതും അവരത് വിശ്വസിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം മുതൽ അകതെ അവന്റെ വീട്ടിലെ സ്ഥിരം സന്ദർശകയായി മാറി. തന്റെ മകനൊരു കൂട്ട് കിട്ടിയത് കണ്ടതും നദാലിക്ക് ഒരുപാട് സന്തോഷമായിരുന്നു. പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും കട്ട കൂട്ടുകാരായിരുന്നു. അങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം കളിയെല്ലാം കഴിഞ്ഞ് അകത വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയതും അബദ്ധവശാല് അവൾ ആ ചോദ്യം നദാലിയോട് ചോദിക്കുന്നു. ഓസ്കാർ ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആണോ ആന്റി? അത് കേട്ടതും തന്റെ മകന്റെ കഴിവ് അകത്തൊക്കെ അറിയാവുന്നവർക്ക് മനസ്സിലായി. അത് കാരണം പിറ്റേന്ന് മുതൽ അവരകതെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങി. എപ്പോ വന്നാലും ഓസ്കാർ ഇല്ല എന്നതായിരുന്നു നദാലിയുടെ മറുപടി. എങ്കിലും അവനെ അന്വേഷിച്ച് അവൾ ഡെയിലി വരും. എപ്പോ വന്നാലും ഇവിടെ ഇല്ല എന്നതാണ് മറുപടി. പക്ഷേ ഓസ്കാർ അവിടെ തന്നെ ഉണ്ടെന്ന് അവൾക്ക് അറിയായിരുന്നു. എന്നും തിരികെ പോകാൻ നേരം അവൻ അവൾക്ക് ടാറ്റയും കൊടുക്കുമായിരുന്നു. അവനെ കാണാൻ പറ്റാത്തതും കൂടെ കളിക്കാൻ പറ്റാത്തതും ഒക്കെ അവളെ ഒരുപാട് വിഷമത്തിലാക്കി. അത് കാരണം ഈ കാര്യം അവൾ ചെന്ന് തന്റെ അമ്മമ്മയോട് അങ്ങ് പറഞ്ഞു കൊടുത്തു. എന്നാൽ അവളുടെ അമ്മമ്മയാണെങ്കിൽ ഈ കാര്യം ചെന്ന് അവരുടെ ഫ്രണ്ട്സിനോട് മുഴുവൻ അങ്ങ് പാട്ടാക്കി. നാട്ടിലിത് പാട്ടാവാൻ പിന്നെ വേറെ കാര്യമൊന്നും വേണ്ടല്ലോ. മാത്രമല്ല ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നും അവനെ വീട്ടുകാര് സ്കൂളിൽ പോലും പോകാതെ പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് പോലീസിന് കൊടുത്തു ഒരു കംപ്ലൈന്റ്. അതോടെ പോലീസുകാർ അന്വേഷിച്ച് ഓസ്കാറിന്റെ വീട്ടിലെത്തി. നിങ്ങൾ ഈ കുട്ടിയെ സ്കൂളിൽ വിടുന്നില്ലേ? അത് പിന്നെ അവനെ കുറച്ച് നാളായിട്ട് സുഖമില്ലായിരുന്നു. എങ്കിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. സർ, പക്ഷേ ഞങ്ങൾ ഇവനെ ഇതുവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല. ചികിത്സയെല്ലാം വീട്ടിലായിരുന്നു. ശരി, ഇതുവരെ പോയത് പോട്ടെ. നാളെ മുതൽ കുട്ടിയെ സ്കൂളിൽ വിട്ടോണം. മാത്രമല്ല ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കും. അവൻ സ്കൂളിൽ പോയിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരും. അവർക്കൊരു വാണിംഗ് കൊടുത്ത ശേഷം പോലീസുകാരോട് പോകുന്നു. വേറെ വഴിയില്ലാതെ നദാലിയെ പിറ്റേന്ന് തന്നെ ഓസ്കാറിനെ കൊണ്ട് സ്കൂളിലേക്ക് പോയി. എന്നാൽ അവിടെ എത്തിയപ്പോഴാണ് ക്ലാസ്സിലെ കുട്ടികളുടെ ബാഗെല്ലാം ക്ലാസ്സിന് വെളിയിലാണ് വെക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായത്. അങ്ങനെയെങ്കിൽ ഓസ്കാറിന് ബാഗ് ഊരേണ്ടി വരും. ഇതൊന്നും നടപടിയാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ പോലീസുകാർ അന്വേഷിച്ചു വരും മുമ്പ് നാട് വിടാൻ അത് തീരുമാനിക്കുന്നു. അങ്ങനെ ആരോട് പറയാതെ ആരും അറിയാതെ ഓസ്കാറുമായിട്ട് അവർ ആ നാട് വീട് ഉപേക്ഷിച്ചു പോകുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഇപ്പോ ഓസ്കാറിന് 25 വയസ്സുണ്ട്. മാത്രമല്ല അവന്റെ അമ്മമ്മയും മരിച്ചുപോയിരുന്നു. ഇപ്പോ തന്റെ അമ്മയോടൊപ്പം ഒറ്റയ്ക്കാണ് അവന്റെ താമസം. പക്ഷേ ഇത്ര വയസ്സായിട്ടും നദാലിക്ക് തന്റെ മകനെ പുറത്തേക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്. ഞാൻ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ അമ്മ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവൻ എന്തൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചാലും അമ്മയ്ക്ക് ഇപ്പോഴും പേടി തന്നെ. അന്ന് ഓസ്കാറിന് അകത്തെ ഒരു പിങ്ക് ബാഗ് കൊടുത്തില്ലേ? വർഷം ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും അവൻ ഇപ്പോഴും ആ ബാഗുമായിട്ടാണ് നടപ്പ്. അവൻ എവിടെ പോയാലും എന്ത് ചെയ്താലും അവന്റെ കൂടെ ഇപ്പോഴും ആ ബാഗ് കാണും. മാത്രമല്ല ഇത്രയും വയസ്സായിട്ടും അവന് ഫ്രണ്ട്സ് ആയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കണ്ട സിനിമകൾ തന്നെ വീണ്ടും കണ്ട് വായിച്ച ബുക്കുകൾ തന്നെ വീണ്ടും വായിച്ച് അവന്റെ ലൈഫ് ഇങ്ങനെ ബോറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ദിവസം അവൻ ടിവിയിൽ ഒരു പരസ്യം കാണുന്നത്. നിങ്ങൾക്ക് അസാധാരണമായി എന്തെങ്കിലും കഴിവുണ്ടോ? മറ്റുള്ളവർക്ക് മുമ്പിൽ അത് പ്രദർശിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിലേ എത്രയും പെട്ടെന്ന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ. നിങ്ങളുടെ സ്വപ്നം ഞങ്ങൾ സാധ്യമാക്കാം. പരസ്യം കണ്ടതും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അവൻ നല്ല താല്പര്യം തോന്നി. പക്ഷേ അമ്മയോട് ചോദിച്ചാൽ അവർ എന്തായാലും സമ്മതിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആരോടും ഒന്നും പറയാതെ വീട്ടിൽ നിന്നും കുറച്ച് ക്യാഷ് മാത്രം എടുത്ത് പരസ്യത്തിൽ കണ്ട അഡ്രസ്സ് തപ്പിപ്പിടിച്ച് അവൻ വീട് വിട്ടു പോകുന്നു. അങ്ങനെ അഡ്രസ്സും തപ്പിപ്പിടിച്ച് അവൻ നേരെ സിറ്റിയിലേക്ക് ചെന്ന് പരസ്യത്തിൽ കാണിച്ച അതേ ഷോയിലും പങ്കെടുക്കുന്നു. അവിടെ ചെന്ന് തനിക്ക് ഗ്രാവിറ്റി ഇല്ല എന്നും ആ ബാഗ് ഊരിയാല് താൻ പറന്നു പോകുമെന്നും എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൻ തെളിയിച്ചു കാണിച്ചു. അവന്റെ ആ കഴിവ് കണ്ട് എല്ലാവരും ആകെ വണ്ടർ അടിച്ചു പോയി. ടിവിയിലൂടെ ഈ കാര്യങ്ങൾ മുഴുവനും അവന്റെ അമ്മയും കാണുന്നുണ്ടായിരുന്നു. ഇത്രയും നാളും ആരും അറിയാതെ സംരക്ഷിച്ചുകൊണ്ട് നടന്ന മകനല്ലേ? ഇപ്പോ അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ നദാലിയുടെ അവസ്ഥ എന്തായിരിക്കും? എന്തായാലും ആ ഷോ കഴിഞ്ഞതോടുകൂടി ഓസ്കാർ വലിയ രീതിയിൽ വൈറലാവാൻ തുടങ്ങി. അങ്ങനെ ഷോ എല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ബാഗ് എല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അവനെ കാണാൻ ആരോ താഴെ വന്നിരിപ്പുണ്ട് എന്ന് പറഞ്ഞായിരുന്നു ആ കോള്. താഴേക്ക് എത്തിയപ്പോൾ അവനെ കാത്തിരുന്നത് ഡേവിഡ് എന്ന പേരുള്ള ഒരാളായിരുന്നു. എന്റെ കൂടെ നിന്നാൽ ഞാൻ നിന്നെ ഫേമസ് ആക്കാം, ഒരുപാട് പണവും കിട്ടും, അങ്ങനെയൊക്കെ പറഞ്ഞ് അവനെ കൊണ്ട് കുറെ ഡോക്യുമെന്റ്സിലും അയാൾ സൈൻ ചെയ്യിപ്പിക്കുന്നു. മാത്രമല്ല അവനെ താമസിക്കാനായിട്ട് വളരെ വലിയൊരു വീടും കൂടി അയാൾ സമ്മാനമായിട്ട് നൽകുന്നുണ്ട്. അന്ന് മുതലേ ഡേവിഡ് ആയിരുന്നു അവന്റെ സ്പോൺസർ. അയാൾ പറയുന്ന എല്ലാ കോൺട്രാക്റ്റിലും അവൻ സൈൻ ചെയ്തു. അയാൾ പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും അവൻ പോയി അവന്റെ കഴിവ് കാണിച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു. ഒരുപാട് ഫോട്ടോഷൂട്ട്സ്, ഇന്റർവ്യൂസ്, അങ്ങനെ നാൾക്ക് നാള് അവന്റെ പ്രശസ്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതോടെ ആളങ്ങ് ഭയങ്കര ഫേമസ് ആയി. എന്തിനേറെ പറയുന്നു, ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി എന്ന് പറഞ്ഞ് അവന്റെ ഒരു പ്രതിമ തന്നെ പണിഞ്ഞിട്ടുണ്ട്. അവൻ
ജനിച്ചു വളർന്ന വീട് സ്ഥലം അടക്കം ഫേമസ് ആയി. പക്ഷേ ഇത്രയും വലിയൊരു നിലയിലെത്തിയിട്ടും ഒരു തവണ പോലും അവൻ അവന്റെ അമ്മയെ കുറിച്ച് ചിന്തിച്ചതേയില്ല. അവന്റെ അമ്മയാണെങ്കിൽ അവനെ ടിവിയിൽ മാത്രം കണ്ട് സംതൃപ്തി അടയുന്നു. ഇപ്പോ ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി എന്നാണ് അവൻ അറിയപ്പെടുന്നത്. അങ്ങനെ കുറെ നാളുകൾ കഴിഞ്ഞപ്പോഴാണ് താൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത്രയും പേരും പ്രശസ്തി ഉണ്ടായിട്ടും തനിക്കത് പുറത്തു പോകാൻ പറ്റില്ല, ഒരടിമയെ പോലെ അയാൾ പറയുന്നതെല്ലാം ചെയ്ത് ജീവിക്കുന്നു, എന്തിനാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെ ഒരു ചിന്ത വരാൻ തുടങ്ങിയവന്. അങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് കുഞ്ഞുനാളിലെ തന്റെ അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മ വരുന്നത്. ഒരു സൂപ്പർ ഹീറോ താനൊരു സൂപ്പർ ഹീറോ ആണെന്ന് ആരോടും പറയാറില്ല. അന്നേരം അവൻ ശരിക്കും ഒരു സൂപ്പർ ഹീറോ ആവുന്നത്. എന്നാൽ ഇപ്പോഴാണ് അന്ന് അമ്മ പറഞ്ഞതിന്റെ പൊരുൾ അവൻ ശരിക്കും മനസ്സിലായതും. അതോടെ അവനൊരു തീരുമാനമെടുത്തു. ഇനിയുള്ള എന്റെ ജീവിതം എന്റെ അമ്മയോടൊപ്പമാണ്, ഈ പേരും പ്രശസ്തിയും ഒന്നും എനിക്ക് വേണ്ട. തന്റെ ഈ തീരുമാനം അവൻ നേരെ ചെന്ന് ഡേവിഡിനോട് പറയുന്നു. അങ്ങനെ നീ പെട്ടെന്ന് ഇറങ്ങിപ്പോയാലോ, പണം മുടക്കിയവരോട് ഞാൻ എന്ത് മറുപടി പറയും, ഈ നാട്ടുകാരോട് ഞാൻ എന്ത് സമാധാനം പറയും, എനിക്ക് ഗ്രാവിറ്റി ഇല്ലല്ലോ, ഞാൻ പറന്നു പോയെന്നോ അല്ലെങ്കിൽ മരിച്ചു പോയെന്നോ അങ്ങനെ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ മതി. ഒടുക്കം അവന്റെ വാശിക്ക് ഡേവിഡ് അതിന് സമ്മതിച്ചു. പിറ്റേന്നുള്ള ന്യൂസ് മുഴുവനും ഓസ്കാർ മരിച്ചുപോയി എന്നതായിരുന്നു. അതോടെ ചാനലുകാരെ മുഴുവനും അവന്റെ വീട് കയറി ഇറങ്ങാൻ തുടങ്ങി. എന്നാൽ അവന്റെ അമ്മ ആരെയും അകത്തേക്ക് കടത്തിവിട്ടില്ല. അങ്ങനെ വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ഇപ്പോ ഓസ്കാറിന്റെ അമ്മയും മരിച്ചു പോയിരിക്കുകയാണ്. ഇപ്പോഴുള്ള ഓസ്കാറിനെ കാണിക്കുമ്പോൾ അവൻ വീൽ ചെയറിലായിരുന്നു ഉണ്ടായിരുന്നത്. താടിയൊക്കെ വളർത്തി ഒട്ടും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഗെറ്റപ്പിൽ. അമ്മയും കൂടി മരിച്ചതോടുകൂടി ഒറ്റയ്ക്കായിരുന്നു അവന്റെ ജീവിതം മുഴുവനും. തന്നെ ആരും തിരിച്ചറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ തന്റെ പേരും ഐഡന്റിറ്റിയും എല്ലാം മാറ്റി റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു ഹോട്ടലാണ് അവൻ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഹോട്ടലിന്റെ മുകളിലത്തെ നിലയിൽ നിന്നും ഒരു ബഹളം കേൾക്കുന്നത്. അതെന്താണെന്ന് അറിയാൻ വേണ്ടി തോളിൽ തന്റെ ആ പഴയ ബാഗ് ഇട്ടുകൊണ്ട് അവൻ മുകളിലേക്ക് പോകുന്നു. മുകളിലെത്തി ആ റൂമിന്റെ വാതിൽ മുട്ടിയതും കതക് തുറന്നത് ഒരു പെൺകുട്ടിയായിരുന്നു. മാഡം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ലല്ലോ. ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അതും പറഞ്ഞ് അവൻ തിരികെ നടക്കുമ്പോഴാണ് ഓസ്കാറിന്റെ തോളിലുണ്ടായിരുന്ന ആ പിങ്ക് ബാഗ് അവൾ കാണുന്നത്. അത് കണ്ടതും അവൾ അപ്പോൾ തന്നെ ഓടി അവന്റെ അടുത്തേക്ക് വരുന്നു. നീ ഓസ്കാർ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ എന്നെ മനസ്സിലായി? നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ അഗതയാ. കുഞ്ഞുനാളില് അഗത കൊടുത്ത പിങ്ക് കളർ ബാഗ് ആയിരുന്നില്ലേ അത്? ആ ബാഗ് വെച്ചാണ് അവൾ ഇപ്പോൾ അവനെ തിരിച്ചറിഞ്ഞതും. തന്റെ പഴയ കൂട്ടുകാരി കിട്ടിയതിൽ അവന് ഒരുപാട് സന്തോഷമായി. പക്ഷേ ഇത്രയും ജീവിതത്തിനിടയ്ക്ക് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. രണ്ടുപേരും തങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് തുറന്നു പറഞ്ഞ് വീണ്ടും പഴയതുപോലെ കൂട്ടുകാരായി. പതിയെ ആ സൗഹൃദം വളർന്ന് അതൊരു പ്രണയത്തിലേക്ക് വഴിമാറുകയായിരുന്നു. അധികം വൈകാതെ തന്നെ അവർ വിവാഹിതരാവുകയും ചെയ്തു. കുഞ്ഞുനാളില് ഓസ്കാർ താമസിച്ചിരുന്ന അവന്റെ അമ്മയുടെ ആ വീടില്ലേ, കല്യാണ ശേഷം പിന്നീട് രണ്ടുപേരും അവിടെയായിരുന്നു താമസം. മാത്രമല്ല അവളിപ്പോൾ പ്രഗ്നന്റുമാണ്. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന അഗതയും ഓസ്കാറിനെ കാണിച്ചുകൊണ്ട് ദ മാൻ വിത്തൗട്ട് ഗ്രാവിറ്റി എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി.